ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ വനാർ റോഡ്സ് വിത്ത് ആഷൻ. ഇപ്പോൾ നിങ്ങൾ കാണേണ്ട ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ 2024 അവസാനത്തെ വീഡിയോ ആവും. നമ്മൾ ചാനലിടുന്ന പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ വീഡിയോ ആവും. യാത്രകൾ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. തുടർന്നും നമ്മൾ യാത്ര തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ജീവിതം എന്ന യാത്ര എവിടെ അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ആറടി മല ഒതുങ്ങുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് യാത്രകൾ കണ്ടിന്യൂ ചെയ്യാം. 2024 എന്ന ഒരു ഡെസ്റ്റിനേഷൻ, ആക്ച്വലി ആ ഒരു കടമ്പ നമ്മളോട് കഴിയുക. 2024 നിങ്ങൾക്കറിയാം, എൻ്റെ ചാനൽ എന്നെ ഫോളോ ചെയ്ത് പലർക്കും അറിയാം. 2024 തുടക്കത്തിൽ തന്നെ നമ്മൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കിടപ്പിലായി. ഒരു 5-6 മാസം നമ്മൾ ബെഡിൽ തന്നെ ആയിരുന്നു. കാരണം ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിജയം ഉണ്ടാകും എന്ന് പറഞ്ഞ കാലഘട്ടം തന്നെ ആയിരുന്നു. കാരണം 2024 കുറേ നഷ്ടങ്ങളുണ്ടായി ജീവിതത്തിൽ. എൻ്റെ ഒരു 5-6 മാസം ബെഡിൽ തന്നെ ആയി. അതിനുശേഷം ഞാൻ ഉണർന്നു. അതിനിടെ നിങ്ങളുടെ ഓരോ വിലയേറിയ സപ്പോർട്ട് വന്നു. കാരണം ഞാൻ എന്ന യൂട്യൂബറിനെ വളർത്തി എൻ്റെ യൂട്യൂബ് ഫാമിലിയെ വലുതാക്കി നിങ്ങളാണ്. മറ്റാരുമല്ല, നിങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. നിങ്ങൾ നൽകിയ സപ്പോർട്ട് എന്നെ 10K ഫോളോവേഴ്സായ ഫാമിലിയിലേക്ക് 10,000 കുടുംബങ്ങളുള്ള ഒരു ഇതിലേക്ക് എന്നെ നിങ്ങൾ എത്തിച്ചു. മറ്റാരുമില്ല, നിങ്ങളുടെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണിത് എനിക്ക് ആ 10,000 എത്തിച്ചത്. സത്യം ഞാനൊരു യൂട്യൂബറോ വലിയൊരു വീഡിയോ ക്രിയേറ്ററോ ഒന്നുമല്ല. നിങ്ങളെപ്പോലെ സാധാ ഒരു മനുഷ്യനാണ്. അധികം അതൊന്നുമില്ലാത്ത എനിക്ക് ശരിക്കും ഒരു ഫോളോ ചെയ്യാൻ 10-12 ആളെ ഒരുമിച്ച് നിന്ന് അവരോട് നേരിട്ട് സംസാരിക്കാനോ അതിനുള്ള കഴിവുകളൊന്നുമില്ല. അല്ലെങ്കിൽ പലരും കാണിക്കുന്ന മാതിരിക്കുള്ള പല വികൃതികളും ഇപ്പം നമ്മുടെ പോപ്പുലറായിട്ടുള്ള പല യൂട്യൂബർമാർ കാണിക്കുന്ന പോലെ പലതും ചെയ്യാൻ എനിക്ക് നാണമാണ്. പല പ്രശ്നങ്ങളാണ്. നമ്മൾ ചെയ്താൽ എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കൊന്നും അറിയില്ല. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ ഒന്നുമല്ല. ചെറിയ ചെറിയ വീഡിയോസ് ഇട്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന് മാത്രം നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അതിലിപ്പോൾ ഒരു ഇൻകം ബേസ്ഡ് ആയിട്ടോ ഒന്നുമല്ല നമ്മൾ ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങുന്നൊരാഗ്രഹം തോന്നി, ചാനൽ ഓപ്പണാക്കി നമുക്ക് കിട്ടുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്തു. അതിൽ നിങ്ങൾ തരുന്ന അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ പോകുന്നു. പലരും പറഞ്ഞു, നീ ഒരു നിൻ്റെ മുഖം കാണിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ. ചിലർ പറഞ്ഞു നീ എന്തെങ്കിലും തമാശകൾ വെച്ചാൽ ചിലർ പറയും കോപ്രായങ്ങൾ എന്നൊക്കെ പറയും. ആ കോപ്രായങ്ങൾ കാണിച്ച് വീഡിയോ കുറച്ചുകൂടി ഇതാക്ക് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയണ്ടേ? എന്താ പറയുക, നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്താണ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ 2024 എന്ന വർഷം ഈ ലാസ്റ്റ് മണിക്കൂറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ മണിക്കൂറോടുകൂടി കഴിഞ്ഞാൽ 2024 എന്ന ആ 24-ന് തൊട്ടടുത്ത് ആ 4 മാറി ഒരു 5ആയി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും ഒരു നഷ്ടമില്ല, ഒന്നുമില്ല. എല്ലാവരും പിന്നെയും കണ്ടിന്യൂ ചെയ്തു പോകുന്ന യാത്ര. ഞാനും എൻ്റെ ജീവിതത്തിൻ്റെ പല യാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ നഷ്ടങ്ങളുണ്ടായി, വലിയ ലാഭങ്ങൾ വന്നു, കുറേ അനുഭവങ്ങളുണ്ടായി, മറക്കാൻ കഴിയാത്ത പല അനുഭവങ്ങളും. ജീവിതം എന്താണെന്നുള്ള സുഖദുഃഖങ്ങൾ 2024 നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സങ്കടങ്ങളുണ്ട്. വയനാട്ടുകാരൻ എന്ന നിലയ്ക്ക് ചൂരൽമലയുള്ള വലിയ അപകടങ്ങളുണ്ടായി. എൻ്റെ കാലിന് ആക്സിഡൻ്റായി. അതിനുശേഷം എനിക്കിപ്പോൾ മറ്റൊരു പ്രൊഫഷനിൽ കയറാൻ പറ്റി. ജീവിതത്തിൻ്റെ പല സങ്കടങ്ങളുള്ളിടത്തേ സന്തോഷമുണ്ടാവുള്ളൂ, സന്തോഷമുള്ളിടത്തേ സങ്കടങ്ങളുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ മാതിരിക്ക് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ഈ ഒരു 2024 സമ്മാനിച്ചിട്ടുണ്ട്. ഒരേപോലെ ദുഃഖവും ഒരേപോലെ സന്തോഷം നൽകി. അതിന് എന്നെ ദൈവം അനുഗ്രഹിച്ച പോലെ എൻ്റെ യൂട്യൂബ് ഫാമിലിയും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാവട്ടെ. 2025 എന്ന വർഷം ഓരോ ആളുകൾക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ യാത്രയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ യാത്രയും തുടർന്നുകൊണ്ടിരിക്കുക. നമുക്ക് വഴിയോരങ്ങളിൽ വെച്ച് കാണാം. ജീവിതത്തിൻ്റെ ജീവിതയാത്ര വഴിയിൽ കാണുകയും ചെയ്യാം. എല്ലാവർക്കും എൻ്റെ
ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ. ഇതുവരെ നൽകിയ സപ്പോർട്ട് ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന പല രീതികളും ആർക്കും രസിക്കില്ല, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. കാരണം നമ്മളാരും പൂർണ്ണതയിലുള്ള ആളുകളല്ല, എല്ലാവരും അപൂർണരാണ്. നമ്മളെ കഴിവിനെ വളർത്തിയെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും നടക്കട്ടെ. ഞാൻ എൻ്റെ യാത്ര തുടരട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ശുഭ വർഷം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ അടിച്ചു പൊളിക്കുക. ഹാപ്പി ന്യൂ ഇയർ. ഇനിയും നമുക്ക് വീഡിയോയിലൂടെ കാണാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും പുതുവർഷാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. സേഫ് ആൻഡ് ടേക്ക്